നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ അതോ സിംഗിൾ ആണോ? നിങ്ങൾ ലവേഴ്സ് ആവാം, മാരേജ് കഴിഞ്ഞവരാവാം, നിങ്ങളെ അല്ലാത്ത ഏതെങ്കിലും റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം. എന്തോ ആവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ ഹെൽത്തി ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ടോക്സിക് ആണെങ്കിൽ രക്ഷപ്പെടേണ്ട സമയമായില്ലേ? രക്ഷപ്പെട്ടേ പറ്റൂ. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ നിന്ന് ടോക്സിക് സിറ്റുവേഷൻ ആണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾ റിലേഷൻഷിപ്പ് ഏതോ ആവട്ടെ, അത് ടോക്സിക് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിനെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അച്ചൂസ് ആലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽത്തി റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഒന്ന് ജസ്റ്റ് കണ്ടേക്കും. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ വീഡിയോ പറ്റി പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ റീസെൻ്റ്ലി അവളുടെ വീട്ടിലൊരു ഫംഗ്ഷന് പോയി. അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവൾ ഫംഗ്ഷൻ സമയത്ത് അവൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു നെർവസ്, ഭയങ്കര ഒരു പണ്ട് നല്ല ആക്റ്റീവായിരുന്നു, നല്ല സംസാരമായിരുന്നു. പക്ഷേ അവളെ ഞാൻ കണ്ടതിന് ശേഷം, കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടതിന് ശേഷം അവൾ ഭയങ്കര ഒരു ഇറുകിയ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒരു കെയർ ഇല്ലാതെ ലവ് ഇല്ലാതെ ഒക്കെയാണ് സംസാരിക്കുന്നത്, പെരുമാറുക. അതെടുത്തുണ്ടോ ഇതെടുത്തുണ്ടോ, അതുപോലെ തന്നെ അമ്മായിയമ്മ അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ അവൾക്ക് അതിൽ നിന്ന് ഒരു എസ്കേപ്പ് ചെയ്യുക, എല്ലാം കുനിച്ച് എന്താണ് ഓക്കെ ഓക്കെ ആ ചെയ്യാം എന്ന് പറയുന്ന അവളെ മാത്രമേ ഞാൻ അത് അവിടെ കണ്ടുള്ളൂ. എല്ലാ ഗസ്റ്റുകൾക്കും അത് മനസ്സിലാവുന്നുണ്ട്, അവിടെ ഇരിക്കുന്നവർക്ക്. ഞാൻ പേഴ്സണലി അവളോട് സംസാരിച്ചിരുന്നു. അത് വേറെ പേഴ്സണൽ മാറ്ററാണ്, ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ. കാരണം ആർക്കെങ്കിലും ഇപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യമുണ്ട്, രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരേ ലൈഫേ ഉള്ളൂ, എസ്കേപ്പ് ആവുക, രക്ഷപ്പെടുക. നമ്മളൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എനർജി ഉണ്ട്, നമ്മൾ ഇപ്പോഴെങ്കിലും ആ തീരുമാനം എടുത്തില്ലെങ്കിൽ അത് നടക്കാതെ വരും. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടോക്സിക് റിലേഷൻഷിപ്പിനെ ഞാൻ രണ്ടായിട്ട് ഇപ്പം ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു ഇനിഷ്യൽ സ്റ്റേജിലെ ഒരു റിലേഷൻഷിപ്പും ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് റിലേഷൻഷിപ്പ് ഉണ്ട്. എൻ്റെ ഒരു പ്രാർത്ഥന ആരും ഫൈനൽ സ്റ്റേജിലോട്ട് പോവാതിരിക്കുകയാണ്. എന്നാലും ഇപ്പം ഈ വീഡിയോ കാണുന്നവർ പലരും ചിലപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലാവാം, ഫൈനൽ സ്റ്റേജിലാവാം. ഏത് സ്റ്റേജിലാണെങ്കിലും ഓടിക്കോ, രക്ഷപ്പെട്ടോ. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈഡിങ് തിങ്സ്. ഇപ്പം നിങ്ങൾ ചോദിക്കും, മിക്ക ഹസ്ബൻഡും വൈഫും എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിയും അറിയില്ലാതെ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, എത്ര ലവേഴ്സ് അങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പ് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലവർ ആയിരിക്കാം, ഓപ്പോസിറ്റ് ലവർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ വേറൊരാളുടെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മളൊരു ഫ്രണ്ട് ആവാം, എക്സ് ഓർ വൈ ആരോ ആവട്ടെ. അപ്പോൾ നമ്മൾ ലവർ വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം നടന്നു, ഞാൻ അല്ലെങ്കിൽ ഇന്ന ഫ്രണ്ടിൻ്റെ കൂടെയാണ് പുറത്തു പോയത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്തത് എന്ന് തുറന്നു പറയാൻ നമുക്ക് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ലവറിൻ്റെ അടുത്ത് സത്യാവസ്ഥ തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പാണ് ഡെഫിനറ്റ്ലി. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി, നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണർ ആയിരിക്കണം നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ട ഒരാൾ. അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് അയാളുടെ അടുത്ത് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ അയാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എക്സ് ഓർ വൈ, ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ ആരോ ആവട്ടെ, തുറന്നു പറയാൻ പറ്റുന്നില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് മാറ്റുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്, മൂഡ് അനുസരിച്ച് സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ മൂഡ് അനുസരിച്ച് നമ്മളോട് സംസാരിക്കും, അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളോട് സംസാരിക്കും. അവർക്കിപ്പം ദേഷ്യം ആണ്, അവരുടെ വേറൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ രീതിയിൽ നമ്മളോട് സംസാരിക്കും, നിൻ്റെ അടുത്തല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നീയല്ലേ. നമ്മളതിൽ വീണ് പോവും, ഫ്ലാറ്റ് ആവും. കാരണം നമ്മളല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക അല്ലേ. എന്ന് വെച്ചാൽ മൂഡ് അനുസരിച്ച് പെരുമാറുന്നതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ്. മൂന്നാമത്തെ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ പബ്ലിക് ആവുന്ന ഒരു സ്പേസിൽ നമ്മളടുത്ത് വേറെ രീതി ബിഹേവ് ചെയ്യുക, പ്രൈവറ്റ് ആവുന്ന സ്പേസിൽ വേറെ രീതി ബിഹേവ് ചെയ്യുക. ഇതെന്താ ഹെൽത്തി റിലേഷൻഷിപ്പാണോ? ഒരിക്കലുമല്ല, ടോക്സിക് റിലേഷൻഷിപ്പാണ് കേട്ടോ. പബ്ലിക് സ്പേസിൽ ഇപ്പം ചില കല്യാണം കഴിഞ്ഞവരുണ്ട് കേട്ടോ, കൈ പിടിക്കുന്നത് ഇഷ്ടമല്ല, ഇപ്പം വൈഫാണെന്ന് പറയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മടി, അല്ലെങ്കിൽ ലവറാണെന്ന് പറയാൻ ഒരു മടി, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് സ്പേസിൽ നമ്മളടുത്ത് ഒരുമിച്ചിരിക്കുക ഒരു ബുദ്ധിമുട്ട്, ഒരു
എന്ന് വെച്ചാൽ പബ്ലിക് സ്പേസിൽ നമ്മളെ മൊത്തത്തിൽ അവഗണിക്കുക, നമ്മളുമായിട്ട് കൂടെ നിൽക്കണത് ഇഷ്ടമല്ല, നമ്മളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല, ഒന്നും താല്പര്യമില്ല. പക്ഷെ പ്രൈവറ്റ് ഇത് എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്ന മാരേജ് കഴിഞ്ഞ കപ്പിൾസിൻ്റെ ഇടയിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ പ്രൈവറ്റ് സ്പേസിൽ നമ്മളടുത്ത് സംസാരിക്കും, ചിരിക്കും, കളിക്കും, കംപ്ലീറ്റ് ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. പക്ഷെ പബ്ലിക് സ്പേസിൽ അങ്ങനെയല്ല. അതാണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പാണ്. പിന്നെ 4ാമത്തെ കാര്യം ബ്ലെയിമിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്ത് കുറ്റം ചെയ്താലും അത് നമ്മളാണ് ചെയ്തതെന്ന് പറയാം. അവർ ഒരിക്കലും അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, ഞാനും അതിൽ തെറ്റുകാരിയാണ്, സോറി എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്ത് കുറ്റം ചെയ്താലും അത് നമ്മളെ തന്നെ പഴിക്കുക, അല്ലെങ്കിൽ നീയാണ് കാരണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോയോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നീയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ ബ്ലെയിമിങ് ചെയ്തിരിക്കുക. ഒരിക്കൽ പോലും സ്വന്തമായിട്ട് തെറ്റ് ചെയ്താൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാനോ ആ റിയാലിറ്റി മനസ്സിലാക്കാനോ ശ്രമിക്കാതിരിക്കുക. അതും ഇല്ല. പിന്നെ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുക. നമ്മൾ പോലും അറിയാതെ അവർക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി മാറും. എന്ന് പറഞ്ഞാൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മളെ മൊത്തത്തിൽ മാറ്റും. നമ്മൾ പിന്നെ നമ്മളെ അല്ലാതായിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഫുൾ നമ്മൾ ജീവിക്കും. അവരുടെ ഇഷ്ടം, അവർക്ക് ഇന്ന ഡ്രസ്സാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ നമ്മളത് ഇടുക. അവർ ഇന്നത് ഫുഡ് കഴിക്കാനാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ആ ഫുഡ് കഴിക്കുക. സ്വന്തം നമ്മുടെ ഇഷ്ടവും നമ്മളെന്താണെന്ന് തന്നെ നമ്മുടെ റിയാലിറ്റി കളഞ്ഞങ്ങ് ജീവിക്കുക. നമ്മളെ അല്ലാതെ ജീവിക്കുക. മൊത്തം അവർക്ക്. പക്ഷെ നമ്മളത് അപ്പോഴൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. എന്താണ് നമ്മൾ മാറി, നമ്മളല്ല, നമ്മൾ അവർക്ക് വേണ്ടി കംപ്ലീറ്റ് മാറി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലവ്, കെയർ എന്നൊക്കെ നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യേണ്ടെന്നല്ല, എന്നാലും നമ്മളായിട്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം നമുക്ക് എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കുക. അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കംപ്ലീറ്റ് അവർക്ക് വേണ്ടി മാറാതിരിക്കുക. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതും ടോക്സിക് റിലേഷൻഷിപ്പാണ് കേട്ടോ. ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് വൺ അബ്യൂസീവ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ, വെർബലാവട്ടെ, ഫിസിക്കൽ അബ്യൂസ്, എന്ത് തരത്തിലുള്ള അബ്യൂസീവ് ആണെങ്കിലും നിങ്ങളിപ്പം നിങ്ങൾക്കത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. കാരണം അത് മോസ്റ്റ് ഡേഞ്ചറസ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നേ പറയുള്ളൂ. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഓരോന്നും കാണാറില്ലേ, അത് തന്നെയാണ് സെയിം കാര്യം. നമ്മൾ ഇപ്പം ചില ആൾക്കാരുണ്ട് നമ്മളെ നിരത്തി അടിക്കുക, ഉപദ്രവിക്കുക, ഇഷ്ടം എന്ന് വെച്ചാൽ ഫുൾ അടിച്ച് ഉപദ്രവിച്ചിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയും അയ്യോ സോറി പറ്റിപ്പോയി, കുഴപ്പമില്ല എന്നൊക്കെ വന്ന് പറയും, സംസാരിക്കും. അതൊക്കെ ഒരിക്കലും ഒരു സ്നേഹവും അല്ല, ഒരു നല്ലൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പും അല്ല, ഒരിക്കലും അല്ല. അത് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെ ഓടുന്നതാണ്. നമ്മളിപ്പോൾ ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ പോലും നമ്മൾ വെർബലി നമ്മളെ ചീത്ത വിളിക്കുക, എന്ന് വെച്ചാൽ ചീത്ത വിളിയോടെ സംസാരിക്കുക, ഫുൾ ഡിസ്റെസ്പെക്റ്റ് കാണിക്കുക, അതൊക്കെ അബ്യൂസീവിൽ വരും. അപ്പം അതൊക്കെ അങ്ങനെ ഫുൾ ഉള്ളവരാണെങ്കിൽ പോലും ദയവ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നല്ലത്. നമ്മൾ പലരും എന്താ ചെയ്യുക, റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ പോലും ഇപ്പം ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും കേട്ടോ. എന്തിനാണ് കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം? അത് നമ്മൾ അച്ഛനും അമ്മയും രണ്ടായ പ്രശ്നമാവും, അങ്ങനെയാണ്. ഇത്രയും അബ്യൂസീവായ അച്ഛൻ്റെ അമ്മേരെയും അല്ലെങ്കിൽ ആരുടെ ക്യാരക്ടർ ആണെങ്കിലും കണ്ടുകൊണ്ട് ആ കുട്ടി എന്തിനാ വളരണേ? ആ കുട്ടിക്ക് സമാധാനവും ഒരു നല്ലൊരു പീസ്ഫുൾ ഒരു ക്യാരക്ടറല്ലേ നമ്മൾ കൊടുക്കേണ്ട. അപ്പോൾ എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിക്കൂടാ? കുഞ്ഞിന് വേണ്ടി നമ്മൾ അതാണ് ഏറ്റവും വലുതായിട്ട് കൊടുക്കേണ്ട. അല്ല നമ്മൾ ഈ അടിയും പിടിയും അതൊക്കെ സഹിച്ച് നമ്മൾ ഇത്രയും ചീത്തവിളിയും കേട്ട് നമ്മൾ എന്തിനാ നിൽക്കുന്നത്? നമ്മൾ ഏറ്റവും കുട്ടിക്ക് കൊടുക്കേണ്ട നമ്മൾ അതിനെക്കാട്ടി നല്ലത് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ്. കാരണം ഈ അടിയും വഴക്കിലും കണ്ട് കുഞ്ഞിനെയും കൂടെ ക്യാരക്ടറിനെ നശിപ്പിക്കണം എന്തിനാണ്? കുഞ്ഞിന് നല്ല ഒരു ക്യാരക്ടർ കൊടുക്കണമെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം, അവനോ അവളോ അവർക്കൊരു വലുതാവുന്ന വരെ മാത്രം മതി പാരൻസിൻ്റെ സപ്പോർട്ട്. കുറച്ച് കഴിഞ്ഞാൽ അവർ എന്തായാലും പാരൻസിൻ്റെ വാക്ക് കേൾക്കാൻ പോകില്ല. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അവരുടേതായ ലൈഫിലും കാര്യത്തിലും കയറിപ്പോകും. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെ ചിന്തിച്ചില്ലല്ലോ, നമ്മളത് ഒറ്റയ്ക്കായില്ലേ എന്നൊക്കെ ചിന്തിക്കും. സോ അത് ടോക്സിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഫൈനൽ സ്റ്റേജിൻ്റെ 2ാമത്തെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ മറ്റ് റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
ഇപ്പം നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് കാരണം അല്ലെങ്കിൽ നമ്മളെ ഇത് കാരണം ഫ്രണ്ട് സർക്കിൾ കുറയുക, പാരൻസുമായിട്ടുള്ള സംസാരം കുറയുക, മറ്റ് റിലേറ്റീവ്സുമായിട്ടുള്ള സംസാരം കുറയുക, അവരെയൊക്കെ അവഗണിക്കുക, ഫുള്ള് എന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ ലവർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുക. കാരണം നമ്മളിപ്പോൾ ആരുടെ സംസാരിച്ചാലും പാരൻസിനോട് വിളിച്ചാലും അവരുമായിട്ട് നിന്നാലും എപ്പോഴും നമ്മളെ ആ ഓപ്പോസിറ്റ് പാർട്ണർ വന്ന് സംസാരിക്കുക, എന്തിനാ സംസാരിക്കാൻ പോണേ, അങ്ങനെ എന്തിനാ സംസാരിക്കണം, ഇങ്ങനെ എന്തിനാ സംസാരിക്കണം, മൊത്തം ഇങ്ങനെ ബാക്കിയുള്ള റിലേഷൻഷിപ്പ് നമ്മളെ ഫുൾ അവോയ്ഡ് ചെയ്ത് ഇതേന്ന് പറഞ്ഞ് ഇരിക്കുന്നതും ടോക്സിക് റിലേഷൻഷിപ്പാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തി. നമ്മൾ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്ത് ജീവിക്കുന്നതും ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് ഒതുങ്ങുന്നതും അതും ഒരു ടോക്സിക്കാണ്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ നോക്കിയല്ലേ. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണോ അല്ലേ? അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് കൊല്ലാതിരിക്കുക. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ. ഫസ്റ്റ് ഞാൻ പറയേണ്ട കാര്യം എന്താ, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് എന്നൊക്കെ പറയും. നമ്മൾ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കുക നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നും നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്നും ഇങ്ങനെ പോയാൽ നമ്മൾ ശരിയാവില്ല, നമ്മൾ നമ്മളെ തന്നെ കൊല്ലുകയാണ് എന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കുക, അത് അവിടെ നിന്ന് മൂവ് ഓൺ ആക്കുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. 2, എന്താണ്, ഡു നോട്ട് കോംപ്രമൈസ്. ആർക്കും വേണ്ടി കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പം ഫാമിലി നമ്മൾ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തിരിച്ച് ചെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ ഫാമിലിയെ ബാധിക്കോ, നാട്ടുകാർ എന്തെങ്കിലും പറയോ, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുണ്ട്, മോനോ മോളോ, എനിക്ക് 2 മക്കളുണ്ട്, 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 1 മക്കളുണ്ട്, ഒരു മോനോ മോളോ ഉണ്ട്, ആരോ ആവട്ടെ, ആരുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു ചാടുക. ഇനി 3ാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലോ പാരൻസോ ആരെങ്കിലും നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും അടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക. നമ്മളെല്ലാം ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിലൊതുക്കി നമ്മൾ എന്നെ സഹിച്ചിരുന്നാൽ നമുക്ക് അതിനെ എസ്കേപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഏതാണോ ആരടുത്താണോ ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങളത് ഷെയർ ചെയ്യുക, സംസാരിക്കുക, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. അതുകൊണ്ട് ആരെങ്കിലും ഒരാളടുത്ത് പറയുന്നതും ഷെയർ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. സ്വന്തമായിട്ട് ദയവ് ചെയ്ത് അടക്കി വെക്കരുത്. കാരണം നമ്മളെ മനസ്സിലെ ചിന്തകളാണ്, നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം. നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നതൊന്നും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളടുത്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ടോക്സിക് റിലേഷൻഷിപ്പാണ്, എനിക്ക് അവിടെ നിന്ന് മൂവ് ഓൺ ആയേ പറ്റുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണ് ഇഷ്ടപ്പെടാത്തവരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരും എനിക്ക് ലൈക്കോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ആരെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഷെയർ ചെയ്യണം. അവരെങ്കിലും രക്ഷപ്പെടട്ടെ. കാരണം അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇതൊരു ഇതായി പോകണമെങ്കിലോ എന്ന് വെച്ചാൽ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ളൊരു മോട്ടീവ് ആയി പോകണമെങ്കിൽ, അതുകൊണ്ട് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.